തിബ്ബുൻ നബവി, അതായത് പ്രവാചക വൈദ്യശാസ്ത്ര വീക്ഷണ പ്രകാരം പാരമ്പര്യ രോഗങ്ങളില്ല. ഓരോ രോഗവും അവരുടെ കർമ്മങ്ങളാൽ, അവരുടെ പ്രവൃത്തികളാൽ രൂപപ്പെടുന്നതാണ്. അവിടെ കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള ഒരു സംശയം വരും, നമുക്കത് പിന്നീട് ക്ലിയർ ചെയ്യാം. ഏതായാലും രോഗം പാരമ്പര്യമായി ഉണ്ടാവുന്നു എന്ന വിശ്വാസത്തോട് തിബ്ബുൻ നബവിക്ക് യോജിപ്പില്ല. കാരണം തിബ്ബുൻ നബവി, അതായത് പ്രവാചക വൈദ്യം അല്ലെങ്കിൽ പ്രൊഫറ്റിക് മെഡിസിൻ എന്നുള്ളത് പൂർണ്ണതയുള്ള ഒരു ചികിത്സാ ശാസ്ത്രമാണ്. അതിന് സ്വന്തമായ ഒരു പെത്തോളജിയും ഫാർമക്കോളജിയും പിന്നെന്താണ് എല്ലാം സ്വന്തമായി തന്നെ അതിൻ്റെതായ തിയോളജിയും ഫിലോസഫിയും ഒക്കെ ഉള്ള ഒരു ചികിത്സാ രീതിയാണ് ഇത് പ്രോഫറ്റിക് മെഡിസിൻ എന്ന് പറയുന്നത്. അവിടെ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിന് കൃത്യമായ ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ പെത്തോളജിക്കൽ ഏരിയ വളരെ സുവ്യക്തമാണ്. അപ്പൊ രോഗങ്ങൾ ഉണ്ടാവുന്നത് അവരവരുടെ കർമ്മഫലം എന്ന അർത്ഥത്തിലാണ് തിബ്ബുൻ നബവിയിലെ ചർച്ച. അപ്പൊ തിന്നേണ്ടത് തിന്നാതിരിക്കുക, കുടിക്കേണ്ടത് കുടിക്കാതിരിക്കുക, അമിതമായി ഭക്ഷിക്കുക, പാടില്ലാത്തത് തിന്നുക, പാടുള്ളത് തിന്നാതിരിക്കുക, പിന്നെ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടാതിരിക്കുക, ശരിയായ വ്യായാമം, വിശ്രമം ഇല്ലാതിരിക്കുക. ഇപ്പൊ 6 കാര്യങ്ങൾ തിബ്ബുൻ നബവി വളരെ സുവ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 6 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ ആള് ലോകപ്രശസ്ത വൈദ്യശാസ്ത്ര പണ്ഡിതരാണ്, ചെറിയ ആളൊന്നല്ലത്. ലക്ഷക്കണക്കിന് പരിശുദ്ധ ഹദീസുകൾ മനഃപ്പാടമാക്കി ആ ഹദീസുകളിൽ ചർച്ച ചെയ്ത വൈദ്യശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കി ഒരാൾ രോഗിയാവുന്നത് 6 കാരണങ്ങൾ അമിതമായി ചെയ്യുമ്പോഴാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 6 കാര്യങ്ങൾ അമിതമായി ചെയ്യുമ്പോഴാണ് രോഗിയാവുന്നത്. പറഞ്ഞത് എന്തൊക്കെയാണ്? അമിത ഭക്ഷണം, അമിത സംസാരം, അമിതമായ ഉറക്കം, അമിതമായ ജോലി, അമിതമായ വിശ്രമം, ആഫ്റ്റർ മാരേജ് അമിതമായ ശാരീരിക ബന്ധത്തിലേർപ്പെടൽ. ഇതൊക്കെയാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. ഇനി അദ്ദേഹത്തെ പോലെ തന്നെ പ്രഗത്ഭരായ മറ്റു ചില ഇസ്ലാമിക ലോകത്തെ വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ, ഇബ്നു സീന, അവരൊക്കെ പറഞ്ഞ 4 കാരണങ്ങൾ അമിതമായി ചെയ്യുമ്പോഴാണ് രോഗം എന്നാണ്. 4 കാര്യങ്ങൾ. അതേതൊക്കെ? അമിത ഭക്ഷണം, അമിത സംസാരം, അമിത ജോലി, അമിത ഉറക്കം. അവരത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ആ രൂപത്തിലൊരു ചർച്ച ഇസ്ലാമിക വൈദ്യശാസ്ത്ര രംഗത്ത് നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ലോകത്ത് 450 വർഷം മുമ്പ് വരെ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ചികിത്സാ രീതികൾ ഇസ്ലാമിക വൈദ്യശാസ്ത്രമാണ്. എന്ന് വെച്ചാൽ 950 വർഷക്കാലം ലോകത്തെ വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിച്ചത് ഇസ്ലാമിക വൈദ്യശാസ്ത്രമാണ് എന്ന് പറയുന്നത് മുസ്ലിം പണ്ഡിതരൊന്നുമല്ല, മറ്റു മതസ്ഥരായ മെഡിക്കൽ ഹിസ്റ്ററി പഠിച്ച ആളുകളാണ്. OP ജൽഗിയെ പോലെയുള്ള ആളുകളാണ്, നമ്മളല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, രോഗം പാരമ്പര്യമായിട്ടല്ല. അപ്പോൾ നമുക്ക് ചോദ്യം വരും, ഇപ്പം നമ്മളെ തളിപ്പറമ്പിൽ തന്നെ ചില പ്രദേശങ്ങളിൽ ഒരു കുടുംബത്തിൽ തന്നെ ചില ആളുകൾക്ക് തളർച്ച, ഒരു കുടുംബത്തിലെ തന്നെ 3-4 ആളുകൾക്ക് തളർച്ച. ഒരു പ്രായമാകുമ്പോഴത്തേക്ക്, ഇപ്പോൾ മുമ്പ് ഏട്ടത്തി തളർന്നു, ഇപ്പൊ അനിയത്തി ഇത് കൂടി തളരാൻ തുടങ്ങി. അത് തളിപ്പറമ്പിലെ ഒരു പ്രധാന വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച ആളാണ്. പക്ഷെ തളിപ്പറമ്പ് പൂർണ്ണമായും കൂടെ നിന്നുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു ചികിത്സ വർക്കൗട്ട് ആക്കാനും വിജയിപ്പിക്കാനും പറ്റും. അതെനിക്ക് കോൺഫിഡൻറ്റ്, അത്ര ആത്മവിശ്വാസമുള്ള കാര്യമാണ്. തളിപ്പറമ്പിലെ പൊതുസമൂഹം കൂടെ നിൽക്കണം. അതിന് സാമ്പത്തിക ചെലവൊന്നുമില്ല, സാമ്പത്തിക ബാധ്യതയും ഇല്ല. അവരെ താമസിപ്പിക്കാൻ സ്ഥല സൗകര്യം, അവർക്ക് ഭക്ഷണം, അവർക്ക് മരുന്നുണ്ടാക്കാനുള്ള പൈസ, അത് നമ്മളെല്ലാവരും കൂടി കണ്ടാൽ മതി. സ്പിരിച്വലായും അല്ലാതെയും ചില പ്രത്യേക ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പം അടുത്ത് വളരെ ചെറിയ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നു. ഞാൻ ഓൺലൈനായിട്ടാണ് കൺസൾട്ടിങ് കൊടുത്തത്. എനിക്ക് ഭയങ്കര വിഷമായി. ചെറിയ പ്രായമാണ്, അവന് വിറയൽ വരുന്നു, ബാലൻസ് പോകുന്നു. അപ്പോൾ അവൻ്റെ ഏട്ടനും ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഏട്ടനും ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരുന്നോട്ടെ, നിങ്ങളെ രോഗം ശിഫയാവും. മനസ്സിലാക്കണം, ഓരോ ശരീരവും പുതിയ ശരീരമാണ്. ഓരോ ശരീരത്തിനെയും ക്രോമസോമുകൾ വേറെ വേറെയാണ്. എല്ലാം വ്യത്യസ്തമാണ്. മനസ്സിലായില്ലേ? ജനിതകപരമായ മാറ്റങ്ങൾ എല്ലാവരിലും ഉണ്ട്. അതൊക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാരമ്പര്യ രോഗമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് രോഗത്തെ കൂട്ടിപ്പിടിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണ്ട. ശരിയായ ചികിത്സ, അതായത് പ്രാർത്ഥന, ഹലാലും തയ്യിബുമായ ഭക്ഷണം, മായം കലരാത്ത, വിഷം കലരാത്ത മരുന്നുകൾ, കൗൺസിലിങ്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നാൽ ഏത് രോഗാവസ്ഥയിൽ നിന്നും ആർക്കും തിരിച്ചു വരാം എന്നതാണ് തിബ്ബുൻ നബവി പ്രാക്ടീസ് ചെയ്യുന്ന, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിസിഷ്യൻ എന്ന നിലയിലും
10-18 വർഷമായി ഡോക്ടർക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു പ്രാക്ടീസിങ് അനുഭവം ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, പാരമ്പര്യ രോഗം എന്ന കാഴ്ചപ്പാടിനോട് ഇസ്ലാമിക വൈദ്യശാസ്ത്രം അഥവാ തിബ്ബുൻ നബവിക്ക് യോജിപ്പില്ല. പകരം ഓരോരുത്തരെയും രോഗം അവരാൽ ഉണ്ടായിത്തീരുന്നതാണ്. ശരിയായ ചികിത്സ കിട്ടിയാൽ ഏത് രോഗാവസ്ഥയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഔദാര്യത്തോടെ തിരിച്ചു വരാൻ കഴിയും.